നമ്മുടെ പൂക്കളം ഇടുന്നതിന്റെ മൂലം നാളാണ്. അപ്പൊ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് മുറ്റമൊക്കെ വൃത്തിയാക്കി നമ്മൾ ചാണകവെള്ളമൊക്കെ തളിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് പൂ പറിക്കാൻ പോവാം. ഇന്നപ്പോ പൂക്കൾക്ക് പ്രത്യേകതയൊന്നുമില്ല. അപ്പൊ എല്ലാ പൂക്കളും ഇന്ന് ഒരുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പൂക്കളത്തിലേക്ക് ഏത് പൂക്കൾ വേണമെങ്കിലും ഇന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. മൂലം നാളായതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ പൂക്കളം ചതുരത്തിലായിരിക്കും. തുളസിയില, കോളാമ്പി, ശംഖുപുഷ്പം, ചെമ്പരത്തി ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് നമ്മുടെ പൂക്കളത്തിലേക്ക് ഇടാനായിട്ട് ഞാൻ പറിച്ചു വെച്ചിരിക്കുന്നത്. പൂവൊക്കെ പറിച്ചതിന് ശേഷം നമ്മൾ അകത്തുനിന്ന് വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൂക്കളം ഇട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ തൃക്കാക്കരയപ്പന് മുക്കുറ്റിയാണ് കേട്ടോ ചൂടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ആദ്യത്തെ വരിയായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് തുളസിയിലയാണ് കേട്ടോ. രണ്ടാമത്തെ വരി നമ്മൾ കോളാമ്പിപ്പൂവാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ വരി പാലപ്പൂവും വെച്ച് കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ വരിയായിട്ട് നമ്മൾ ചുവന്ന ചെമ്പരത്തിയും ഇടയ്ക്കിടയ്ക്ക് അരുളിയുടെ ഗണത്തിൽപ്പെട്ട ഒരു പൂവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അഞ്ചാമത്തെ വരി നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് കമ്മൽ പൂവും വെള്ള നിറത്തിലുള്ള ശംഖുപുഷ്പമാണ് കേട്ടോ. നീല നിറത്തിലുള്ള ശംഖുപുഷ്പം ആറാമത്തെ വരിയായിട്ടും മുക്കുറ്റിയും തെച്ചിയും കൂടി നമ്മൾ ഏഴാമത്തെ വരിയായിട്ടും ഇട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു ചതുരമൊക്കെയാണെന്ന് തോന്നുന്നു. പൂക്കളെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ല.